നമസ്കാരം. മിസൈലുകളുടെ ശബ്ദം ഒരുപക്ഷെ നിശബ്ദമായേക്കാം, പക്ഷേ യുദ്ധത്തിന്റെ പ്രതിധ്വനി അത്ര വേഗം അവസാനിക്കില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ താൽക്കാലികമായി ചർച്ചാമേശയിലേക്ക് നീങ്ങുമ്പോൾ ലോകം ആശ്വാസത്തിന്റെ ശ്വാസം എടുക്കുന്നുണ്ടാകാം. എന്നാൽ ആ ആശ്വാസത്തിന് അടിയിലൊഴുകുന്നത് അനിശ്ചിതത്വത്തിന്റെ ശക്തമായ പ്രവാഹമാണ്. ദോഹയിൽ വീണ്ടും ചർച്ചകൾ സജീവമാകുമെന്ന് പറയുമ്പോഴും ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി ഇപ്പോഴും ലോക സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഒരു ചെറിയ സൈനിക നീക്കമോ, ഒരു തെറ്റായ രാഷ്ട്രീയ തീരുമാനമോ, ഒരു പരാജയപ്പെട്ട ചർച്ചയോ മതി ലോക എണ്ണവില വീണ്ടും കുതിച്ചുയരാനും വിതരണ ശൃംഖലകൾ തകരാനും പണപ്പെരുപ്പം വീണ്ടും രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കാനും. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിനപ്പുറം ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിരതയുടെ പരീക്ഷണമായി വിലയിരുത്തപ്പെടുന്നത്. സമാധാനത്തിലേക്കുള്ള ഓരോ ചുവടിനും പിന്നിൽ യുദ്ധത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയും ഒരുപോലെ നിലനിൽക്കുന്ന അതീവ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത്. വാരാന്ത്യത്തെ പ്രക്ഷുബ്ധമാക്കിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ യുഎസും ഇറാനും അവസാനിപ്പിച്ചുവെങ്കിലും അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങിയില്ല. ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നാലെ ഇറാൻ യുഎസ് ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ല എന്ന് മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു. ഇരു രാജ്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചർച്ചയും ഖത്തറിൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരിയാണ് വെളിപ്പെടുത്തിയത്. അതേസമയം ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ട്രംപിന്റെ പശ്ചിമേഷ്യൻ കാര്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകനും ഉപദേഷ്ടാവുമായ ജാറദ് കുഷ്ണറും ചൊവ്വാഴ്ച ഖത്തറിലെത്തിയിരുന്നു. ഇരുവരും ഖത്തർ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങും. ലബനൻ വിഷയം ഉൾപ്പെടെ സമാധാന കരാറിലെ തടസ്സങ്ങൾ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ അംഗീകാരമില്ലാത്ത പാതകളിലൂടെ കപ്പൽ നീക്കം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞയാഴ്ച വീണ്ടും സംഘർഷം തുടങ്ങാൻ കാരണം. ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ബദൽ പാതയിലൂടെ പോയ 2 കപ്പലുകൾ ഒമാൻ തീരത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു. പിന്നാലെ ഇറാന് നേരെ യുഎസ് ആക്രമണം പുനരാരംഭിക്കുകയും തിരിച്ചടിയായി ഗൾഫ് രാഷ്ട്രങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുകയും ചെയ്തു. ഇരുകൂട്ടരും ഞായറാഴ്ചയാണ് ഏറ്റുമുട്ടൽ നിർത്തിയത്. പിന്നാലെ ചർച്ച തുടരുമെന്ന് അമേരിക്കയും പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാനും അറിയിച്ചെങ്കിലും ചർച്ച ഉടൻ ഉണ്ടാവില്ല എന്ന് ഇറാൻ നിലപാടെടുത്തു. 60 ദിവസത്തെ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ ഇരു രാജ്യവും അന്തിമ കരാറിൽ എത്തണമെന്നാണ് ജൂൺ 17 നിലവിൽ വന്ന ഇടക്കാല കരാർ നിഷ്കർഷിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങളിൽ അന്തിമ തീർപ്പുണ്ടാക്കാനുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. അതിനിടയിൽ എണ്ണവില ഉടൻ കുറച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയിലെ ഇന്ധന പമ്പുടമകൾക്ക് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അസംസ്കൃത എണ്ണവില കുറഞ്ഞിട്ടും പമ്പുകളിൽ വില അന്യായമായി ഉയർന്ന നിലയിലാണെന്നാണ് ട്രംപിന്റെ ആരോപണം. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതോടെ തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ് ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയരാൻ കാരണം. ഇടക്കാല കരാർ പ്രാബല്യത്തിലായതോടെ ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞിരുന്നു. അതിനിടെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായി തിങ്കളാഴ്ച ശ്രീലങ്ക പെട്രോൾ ഡീസൽ വില കുറച്ചു. ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇനി യുദ്ധഭൂമിയല്ല, ചർച്ചാമേശയാണ്. പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമോ എന്നതാണ് നിർണായക ചോദ്യം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യ വീണ്ടും സൈനിക സംഘർഷത്തിന്റെ വക്കിലെത്തുകയും അതിന്റെ ആഘാതം എണ്ണ വിപണിയിൽ നിന്ന് ഭക്ഷ്യ വിപണി വരെ ലോകമെമ്പാടും അനുഭവപ്പെടുകയും ചെയ്യും. മറിച്ച് ദീർഘകാല ധാരണയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞാൽ അത് മേഖലയുടെ സുരക്ഷയ്ക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും നിർണായകമായ വഴിത്തിരിവാകും. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരു രാജ്യത്തിന്റെ വിജയമോ പരാജയമോ അല്ല, യുദ്ധത്തിന്റെ നിഴലിൽ നിന്ന് സമാധാനത്തിന്റെ വെളിച്ചത്തിലേക്ക് പശ്ചിമേഷ്യയ്ക്ക് യഥാർത്ഥത്തിൽ കടന്നുപോകാൻ കഴിയുമോ എന്നതാണ്.